ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റൽ ഞങ്ങളെ വിട്ട് പോകുന്നേ ഇല്ല ഗായ്സ്. ഈ ഹോസ്പിറ്റലിൽ നിൽക്കണേക്കാട്ടും കൂടുതൽ വിഷമം എന്താണെന്നറിയോ? ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ കുറിച്ച് ഓർത്തിട്ടാട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വിഷമത്തിലായിരുന്നു ഞങ്ങൾ. കാരണം അല്ലൂന് ചെറിയ പനിയായിരുന്നു. പനിയായിട്ട് പിന്നെ പനി അപ്പം തന്നെ മാറി, പിന്നെ ഇൻഫെക്ഷൻ ആവണ്ടെന്ന് വിചാരിച്ചത് നമ്മൾ ആരും വരണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം നമുക്ക് അക്കുനെ മാറ്റി നിർത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അടുത്തൊക്കെ പനിയല്ലേ. അപ്പോൾ അത് തന്നെ അക്കുനെ നമ്മൾ വീട്ടിലായിരുന്നു നിർത്തിയത്. നമുക്ക് ഭയങ്കര ഇടങ്ങേറാണ് വീട്ടിൽ നിർത്തണമുണ്ട് കേട്ടോ. വീട്ടിൽ നിർത്തണോണ്ട് ഇടങ്ങറല്ല, നമുക്ക് കാണാതിരിക്കണോണ്ട്. അപ്പോൾ അക്കൂന് അതിനേക്കാട്ട് ഇടങ്ങറായിരുന്നു. അവൻ അല്ലൂനെ കാണണം എന്ന് പറഞ്ഞിട്ട് അവൻ സ്കൂളിൽ നിന്ന് നേരെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുണ്ട്. അപ്പോൾ അവൻ അല്ലൂനെ കണ്ടതും അവൻ ഉമ്മയൊക്കെ കൊടുത്തു. പിന്നെ അപ്പോൾ ഗൈസ് ഒരു ഉമ്മ കൊടുത്തതിൻ്റെ ശേഷം കേട്ടോ അവന് ഓർമ്മ. അവന് ഭയങ്കര നിർബന്ധമാണ് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവൻ സാനിറ്റൈസ് ചെയ്തതിൻ്റെ ശേഷം മാത്രമായിട്ട് ഉണ്ണിൻ്റെ അടുത്തേക്ക് വരുള്ളൂ. വേഗം പോയിട്ട് സാനിറ്റൈസ് ഒക്കെ ചെയ്തു. എന്നിട്ട് അതിന് ശേഷം അവന് ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാൻ വേണ്ടി അമ്മച്ചൻ എന്തൊക്കെയാണ് വാങ്ങി കൊടുത്തത് അതൊക്കെ കഴിച്ചു കേട്ടോ. കഴിച്ചതിന് ശേഷം അല്ലൂൻ്റെ അടുത്ത് ഒരുപാട് നേരം അവൻ വർത്താനം പറഞ്ഞിട്ടോ ഗൈസ്. ഞങ്ങൾക്ക് തന്നെ കണ്ടിട്ട് എന്തോ അങ്ങനെ അവൻ ഇത്രയും സ്നേഹം അല്ലുവിനോട് ഉണ്ട് നമുക്ക് മനസ്സിലായിട്ടോ. അവൻ അല്ലുവിനോട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. ഏട്ടൻ വീട്ടിലായിരുന്നു അല്ലു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. അപ്പം നമ്മൾ 4 പേരും കൂടിയപ്പോഴാണ് നമുക്ക് ഹാപ്പി ആയത് കേട്ടോ. അവൻ വീട്ടിൽ ഭയങ്കര സേഫാണെന്ന് നമുക്കറിയാം. എങ്കിൽ കൂടെ നമ്മൾ കാണാതെ അങ്ങനെ ഇരിക്കാറില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയായി അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ. അതുപോലെ സങ്കടമാണ് കേട്ടോ. തിരിച്ചു പോകുമ്പോൾ ഇവിടെ ഡാഡ ഉമ്മ കൊടുത്ത് മദ്യമാണല്ലേ ഡാഡയ്ക്ക്. അവനും അതേപോലെ എനിക്കും അതെ കേട്ടോ. എനിക്ക് ഒരു ദിവസം കഴിച്ച് എത്ര ഉമ്മ തരുന്നു എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികളെ കുറിച്ച് നമുക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അത് പ്രത്യേകിച്ച് ഫസ്റ്റ് ബേബി ഉണ്ടാകുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് നിങ്ങളോട് പറയാൻ പോലും പറ്റില്ല. എനിക്ക് ഭയങ്കര ഇടങ്ങറാട്ടോ അവനെക്കുറിച്ച് ഓർത്തിട്ട്. എനിക്ക് അവനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലേ അങ്ങനെയൊക്കെ തോന്നൽ എനിക്ക് പലപ്പോഴും വരാറുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ രണ്ടുപേരും മാക്സിമം ഒരേപോലെ നോക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ എന്തെങ്കിലും ഇതേപോലത്തെ സിറ്റുവേഷൻ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ അവൻ എനിക്ക് കുറേ ഉമ്മ വന്നതിൻ്റെ ശേഷം കേട്ടോ അവൻ അമ്മയുടെ കൂടെ പോയി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഗൈസ്. അവിടുത്തെ വീഡിയോ കാണുമ്പോൾ ബൈ.